തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയെ BRSൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. KCRനെതിരായ CBI അന്വേഷണത്തിന്റെ ഉത്തരവാദി പാർട്ടിയിലെ മുതിർന്ന നേതാവ് T ഹരീഷ് റാവു ആണെന്ന് പരസ്യമായി ആരോപിച്ചതാണ് സസ്പെൻഷന് കാരണമായത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ സസ്പെൻഷനിലേക്ക് നയിച്ചത് എന്താണ്? അനുജ, കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ കവിതയും BRSും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരുന്നു. അച്ഛൻ KCR അല്ലാതെ മറ്റൊരാളുടെയും നേതൃത്വം താൻ അംഗീകരിക്കില്ല എന്നൊക്കെ കവിത പ്രത്യക്ഷത്തിൽ പറഞ്ഞിരുന്നു. പല നേതാക്കൾക്കെതിരെയും പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്തുണ്ടായത് ഇന്നലെ ഒരു പദ്ധതിയുടെ KCRന്റെ കാലത്തെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ആ അഴിമതി ആരോപണങ്ങൾക്ക് പിന്നിൽ തന്റെ അച്ഛനല്ല, മറിച്ച് അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന മന്ത്രിയും ഒപ്പം തന്നെ മറ്റു ചിലരുമാണ് എന്നൊക്കെയുള്ള ഒരു ആരോപണം ഇന്നലെ കവിതയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പ്രധാനമായിട്ടും കവിത ലക്ഷ്യം വെച്ച നേതാക്കൾ തന്റെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എന്നതിനപ്പുറം ബന്ധുക്കൾ കൂടിയായിട്ടുള്ള നേതാക്കളാണ്. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെയും ഈ കുടുംബകലഹത്തിന്റെ വിവരങ്ങളൊക്കെയും പാർട്ടിക്കുള്ളിലെ വലിയ ചർച്ചാ വിഷയമാവുകയും അത് പാർട്ടിയിലെ പൊട്ടിത്തെറികളായൊക്കെയും മാറുന്ന സ്ഥിതിയാണ് നിലവിൽ ഇപ്പോൾ BRSനുള്ളിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ രണ്ട് പ്രധാന നേതാക്കൾക്കെതിരെ കൂടി ആരോപണം ഉന്നയിച്ച ഘട്ടത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും KCRനെ ബലിയാടാക്കിക്കൊണ്ട് പലരും കോടീശ്വരന്മാരായി എന്നുള്ളൊരു ഒരു പ്രസ്താവന കൂടി നടത്തുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി CBI അന്വേഷണം നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കൾക്കെതിരെ തന്നെ കവിത കൂടി രംഗത്ത് വരുമ്പോൾ അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും മുതിർന്ന നേതാക്കളുടെ അമർഷത്തിനും ഒക്കെ കാരണമായി. അങ്ങനെ രാവിലെ മുതൽ തന്നെ കൊണ്ടുപിടിച്ച ചർച്ചയായിരുന്നു തെലങ്കാനയിലെ പാർട്ടി ഓഫീസിൽ. അതിനുശേഷം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തു. അതായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിലുള്ള സസ്പെൻഷൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു പാർട്ടിയുടെ ഒരു പത്രക്കുറിപ്പിലുള്ളത്. അത് നേരത്തെയും കവിത പറഞ്ഞിരുന്നത് മുതിർന്ന നേതാക്കൾ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ്. ഇനിയും അത്തരത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് തന്നെ നീങ്ങാനാണ് സാധ്യത. എന്തായാലും സമീപ ഭാവിയിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് ഇത്ര പെട്ടെന്ന് ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയും കാണുന്നത്. ഇനി കവിതയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. ശരി, കവിതയാണ് BRSൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.